10ഓളം ന്യൂസ് ചാനലുകൾ ഉണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും. മത്സരം വേണം, അത് ആരോഗ്യകരമായ മത്സരമായിരിക്കണം. പക്ഷേ കേരളത്തിലെ ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള മത്സരം ആരോഗ്യപരമല്ല, അത് കൈവിട്ട് പോവുകയാണ്. റിപ്പോർട്ടർ ടിവിയിൽ വന്ന ഒരു വാർത്ത, 24 ന്യൂസ് ചാനൽ ചെയർമാൻ മുഹമ്മദ് ആലുങ്കലിനെതിരെ 2000 കോടിയുടെ തട്ടിപ്പ് കേസ്, പരാതിക്കാരനെ മർദ്ദിച്ചു എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. ആ വാർത്ത പ്രേക്ഷകർക്ക് കാണാം, അതിൻ്റെ ദൃശ്യം. വാർത്ത ഇങ്ങനെയാണ്: 24 ന്യൂസ് ചാനൽ ചെയർമാനെതിരെ 2000 കോടിയുടെ തട്ടിപ്പ് കേസ്. നിലമ്പൂർ സ്വദേശിയായ അബ്ദുൾ സലാം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 24 ന്യൂസ് ചാനൽ ചെയർമാൻ മുഹമ്മദ് ആലുങ്കൽ അടക്കം 6 പേർക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു എന്നാണ് വാർത്തയിൽ പറയുന്നത്. കൊച്ചി, 24 ന്യൂസ് ചാനൽ ചെയർമാനെതിരെ വൻ തട്ടിപ്പ് കേസ്. 2000 കോടിയുടെ തട്ടിപ്പ് കേസാണ് ചാനൽ ചെയർമാൻ മുഹമ്മദ് ആലുങ്കലിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലമ്പൂർ സ്വദേശിയായ അബ്ദുൾ സലാമിന്റെ പരാതിയിൽ മറ്റ് 5 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുഹമ്മദ് ആലുങ്കലും കൂട്ടുപ്രതികളും ചേർന്ന് സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ആശുപത്രി ശൃംഖല തട്ടിയെടുത്തു എന്നാണ് പരാതി. ഇതിനായി പ്രതികൾ വലിയ തോതിൽ വ്യാജരേഖകൾ സൃഷ്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു. പരാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നത് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് എഫ്ഐആറിലുള്ളത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ചേർന്ന് 2015 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ഗൂഢാലോചന നടത്തി പരാതിക്കാരൻ സൗദി അറേബ്യയിൽ 2003 മുതൽ പ്രവർത്തനം നടത്തിവരുന്ന 2000 കോടി രൂപ വിലമതിക്കുന്ന ആശുപത്രി ശൃംഖല വ്യാജരേഖയുണ്ടാക്കി ചതിയിലൂടെ തട്ടിയെടുത്തു. നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയ എഫ്ഐആറിൽ പറയുന്നു എന്നാണ്. ഇനി നമുക്ക് നേരെ 24 ന്യൂസിൻ്റെ ഇന്നത്തെ പ്രധാന വാർത്ത നോക്കാം. 24 ന്യൂസിൻ്റെ വാർത്ത അത് റിപ്പോർട്ടർ ചാനലിന് എതിരെയാണ്. വാർത്തയുടെ തലക്കെട്ട്, ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ്, റിപ്പോർട്ടർ TV ഉടമ ആൻഡോ അഗസ്റ്റിനെതിരെ കേസെടുത്ത് കളമശ്ശേരി പോലീസ് എന്നാണ് 24 ന്യൂസിൻ്റെ തലക്കെട്ട്. വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്: വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ഡാറ്റ തട്ടിപ്പിൽ റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനെ 2ാം പ്രതിയാക്കി കളമശ്ശേരി പോലീസ് കേസെടുത്തു. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥാണ് 1ാം പ്രതി. കൃത്രിമ രേഖ ചമയ്ക്കൽ, വഞ്ചനാക്കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ബാർക്ക് ഡാറ്റയിൽ തിരുമറി നടത്തി റിപ്പോർട്ടർ TVയെ മുന്നിലെത്തിക്കാൻ പ്രേംനാഥിന് ആൻഡോ അഗസ്റ്റിൻ കോടികൾ കൈമാറിയെന്ന് 24ന്റെ ഓപ്പറേഷൻ സത്യയിൽ കണ്ടെത്തിയിരുന്നു. ക്രിപ്റ്റോ കറൻസി വഴിയും ഇടപാടുകൾ നടന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിനെ കുറിച്ച് വിശദ അന്വേഷണം വേണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ആ ചാനൽ ഉടമയും തമ്മിൽ നിരന്തരം ഫോൺ വിളികളും വാട്സപ്പ് ചാറ്റുകളും നടന്നു. ആ വാട്സപ്പ് ചാറ്റുകളും 24 പുറത്തുവിട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോകുന്നത്. അതിന് വിശദാംശങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് വാർത്തയിൽ. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്ന സംഭവമാണ്. ബാർക്ക് റേറ്റിംഗിൽ മുന്നിലെത്താൻ ചാനലുകൾ വേണ്ടാത്ത വഴി, ശരിയല്ലാത്ത വഴി സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ 2 ചാനലുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ. പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു ചാനലുകൾ. നേരത്തെ ഇങ്ങനെയായിരുന്നില്ല. ആരോഗ്യകരമായ മത്സരം നടക്കാറുണ്ട് ചാനലുകൾ തമ്മിൽ. വാർത്ത സംപ്രേഷണം ചെയ്യുന്ന കാര്യത്തിലാണ് ആ മത്സരം നടക്കാറുള്ളത്. അപ്പോഴും ഒരു പൊതു തീരുമാനമുണ്ട്: പരസ്പരം ചളിവാരി എറിയരുത്, പരസ്പരം വാർത്തകൾ നൽകരുത് എന്ന്. ഏതെങ്കിലും ഒരു ചാനൽ മേധാവിക്കെതിരെ എന്തെങ്കിലും വാർത്ത വന്നാൽ മറ്റ് ചാനൽ പ്രവർത്തകർ ആ വാർത്ത നൽകാറില്ല. തിരിച്ചും ഇത്തരമൊരു പരസ്പര ധാരണയോടുകൂടിയാണ് കേരളത്തിലെ ന്യൂസ് ചാനലുകൾ പ്രവർത്തിക്കാറുള്ളത്. എന്നാൽ അതൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു ചാനലുകൾ. സത്യം വിളിച്ചു പറയുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് സത്യസന്ധമായ വാർത്ത നൽകുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് നീതിക്കും സത്യത്തിനും ധാർമ്മികതയ്ക്കും വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. ഇതെല്ലാം അപ്പുറത്ത് ഒരു രാഷ്ട്രീയവും കൂടിയുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണച്ചുകൊണ്ട് ചാനലുകൾ രംഗത്ത് വരുന്നത് മറ്റ് ചാനലുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്നു. അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ചാനലുകൾ തമ്മിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലും നടക്കുന്നു ഒരു ഭാഗത്ത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ കടുത്ത മത്സരമാണ്. അതിൽ ഒരു തരത്തിലും എന്താണ് അവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് എന്ന് പോലും നോക്കാതെ ചാനലുകൾക്കെതിരെ ചാനലുകളിൽ നടക്കുന്ന അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ മാത്രമായി ഇപ്പോൾ മാധ്യമപ്രവർത്തകർ
മാറുന്നു. മാധ്യമപ്രവർത്തകർ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ പോലും ഉണ്ടാകുന്നു. ആ സൗഹൃദം, മാധ്യമപ്രവർത്തകർ എന്ന സൗഹൃദം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിലേക്കാണ് ഇപ്പോൾ ഈ മത്സരം ചെന്നെത്തിയിരിക്കുന്നത്. എന്തായാലും രണ്ട് ചാനലുകൾ തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. 24 ചാനലും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലും. ഇവർ തമ്മിലുള്ള ഈ പോരാട്ടം നാളെ തെരുവ് യുദ്ധമായി മാറുമോ എന്നതേ ഇനി അറിയാനുള്ളൂ.